ഹായ്, ഇന്ന് നമുക്കിത് ഈ ഒരു യാണും ഈ വയർ ഹെഡ് ബാൻഡും ഈ ഒരു ഹൂക്കും വെച്ചിട്ട് ഒരു ഹെഡ് ബാൻഡ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഹെഡ് ബാൻഡിൽ ഈ യാൺ ഇതുപോലെ കെട്ടിക്കൊടുക്കുക. കെട്ടിയതിന് ശേഷം യാൺ ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ലൂപ്പ് വെച്ച് താഴത്തെ യാൺ ഓവർ ചെയ്ത് കണ്ടോ, ആ ആദ്യത്തെ ലൂപ്പിലേക്ക് ഈ യാണിനെ കയറ്റുക. കണ്ടില്ലേ? ഇനി അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇനിയും നമുക്ക് എന്ത് ചെയ്യണം, താഴേക്ക് വലിച്ചു വെച്ചിരിക്കുന്ന ആ യാണിനെ യാൺ ഓവർ ചെയ്ത് മുകളിലേക്കാക്കി ഒന്നുകൂടി യാൺ ഓവർ ചെയ്ത് ആ ലൂപ്പിലൂടെ ഉള്ളിലേക്ക് എടുത്തു. ഇനിയും അതുപോലെ തന്നെ യാൺ ഓവർ ചെയ്യാം കേട്ടോ. താഴത്തെ യാണിനെ യാൺ ഓവർ ചെയ്തു, മുകളിലെ യാണിനെയും യാൺ ഓവർ ചെയ്ത് രണ്ട് ലൂപ്പിലൂടെയും പുറത്തേക്ക് എടുക്കുക. ഇത് തന്നെ ഈ ഫുൾ ഹെഡ് ബാൻഡ് മുഴുവനും ചെയ്യണം കേട്ടോ. അങ്ങനെ ലാസ്റ്റ് വരെ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ലാസ്റ്റ് വന്ന ഭാഗം ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. പിന്നെ ഇതിങ്ങനെ പിരിഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്, അപ്പോൾ അതൊക്കെ ഒന്ന് നേരെയാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് കെട്ടിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ യാണിനെ കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തത് കണ്ടോ, ഫസ്റ്റിലെ തന്നെ ചെയ്തപ്പോൾ കുറച്ച് യാണിങ്ങനെ കിടക്കുന്ന കണ്ടില്ലേ, അതും നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം കേട്ടോ. ഇനി അതെന്ത് ചെയ്യാം, ഈ ഗ്ലൂ വെച്ച് നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതവിടെ ഇങ്ങനെ ടൈറ്റായിട്ട് ഇരുന്നോളും, പിന്നെ അത് അഴിഞ്ഞൊന്നും പോരില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലോണം ഒട്ടിച്ചു കൊടുക്കുക. രണ്ട് സൈഡും ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എൻഡ് ക്യാപ്പും ഇവിടെ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. മറ്റേ സൈഡും ഇതുപോലെ തന്നെ ചെയ്യുക. അങ്ങനെ നമ്മുടെ ഹെയർ ബാൻഡ് റെഡിയായി. കുഞ്ഞു കുട്ടികൾക്കൊക്കെ വളരെ നല്ലതായിരിക്കും, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ കുത്തിക്കൊള്ളുക അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്